വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF-ഉം LDF-ഉം നാളെ വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാച്ചർ പോളിന്റെ മരണം ദൗർഭാഗ്യകരമാണെന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറയുകയുമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്തൊരിക്കൽ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഈ UDF ഹർത്താൽ പ്രഖ്യാപിച്ചു, അതോടൊപ്പം തന്നെ ഇപ്പോൾ LDF കൂടി ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യം അത് ഈ വയനാട്ടിലെ അവസ്ഥ എത്രത്തോളം ദുഷ്കരമാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ? പ്രത്യേകിച്ച് ഈ ചൂട് കൂടി വരികയാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ. അപ്പം വയനാടിന്റെ തണുപ്പും ഒപ്പം തന്നെ സൗന്ദര്യവും ആസ്വദിക്കാൻ കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു സമയത്തു കൂടിയാണ് ഇത്തരം വന്യജീവി ആക്രമണം പെരുകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. വയനാട്ടിലെ ആളുകളുടെ ആവശ്യം എന്താണെന്ന് അവർ അല്പസമയം മുൻപ് 24-നോട് അവരുടെ ആവശ്യം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെ കണ്ടെത്താനാകണം എന്നാണ് ഇവർ പറയുന്നത്? എന്തായാലും കാടും നാടും വേർതിരിക്കപ്പെടണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ സംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ, അതായത് വന്യജീവികൾ പെറ്റുവരികയാണ്, ഇതിന് സംഖ്യാ നിയന്ത്രണം കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ. എന്തായാലും വലിയ അമർഷം, പ്രതിഷേധം എല്ലാം തന്നെ രൂപപ്പെടുന്നുണ്ട്. ഇതിൽ നയപരമായ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല, വയനാടിലെ ഈ വന്യജീവി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ രീതിയിൽ സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഇവിടെ വേണം എന്നുൾപ്പെടെയുള്ള ആവശ്യമാണ്. എന്തായാലും നേരത്തെ ഈ അജീഷ് മരിച്ച ഘട്ടത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ച സംഘടനയാണ് ഫാർമേഴ്സ് ഫോറം എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ ഭാരവാഹിയാണ് ഇദ്ദേഹം, ചേരുകയാണ്, ജില്ലാ ചെയർമാനാണ് അദ്ദേഹം, ചേരുകയാണ്. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങൾ കഴിഞ്ഞ 13-ാം തീയതി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയാകുന്നില്ല. വളരെ ദുഃഖകരമാണ് ഞാനിപ്പോൾ ഈ ചാനലിൽ നിൽക്കുന്നത്. വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു വയനാട്ടിലെ സ്ഥിതി വളരെ ദുർബലമാണ്, ഭയങ്കര അപകടത്തിലാണെന്ന് ഞങ്ങൾ പറയുകയും അന്ന് മനസാക്ഷി ഹർത്താൽ ആഹ്വാനം ചെയ്ത സംഘടനയാണ് ഞങ്ങൾ. പക്ഷേ ആ ഹർത്താൽ വയനാട്ടിലെ ജനം 100% ഏറ്റെടുത്തു. നാളെ UDF LDF ഹർത്താലിന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഹർത്താലല്ല വേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് വയനാട്ടിലെ പ്രത്യേകിച്ച് കേന്ദ്ര മേഖലയിൽ നിന്നും, കേന്ദ്ര ഭരണപ്രദേശത്തു നിന്നും കേന്ദ്രത്തിലെ മന്ത്രി ഇവിടെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഇവിടുത്തെ വനം വകുപ്പ് മന്ത്രിക്ക് കഴിയില്ല എങ്കിൽ അദ്ദേഹം രാജിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ 14 ജില്ലയിൽ നിന്ന് ഒരു ജില്ലയെ ഒഴിവാക്കിക്കൊണ്ട് 13 ജില്ലയിലെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ കേന്ദ്രം നേരിട്ട് ഇടപാട് നടത്തിക്കൊണ്ട് ഇവിടെ ഭരണം നടത്തുന്നതാണ് പറയാനുള്ളത്. ഇവിടെ ഞാനും എൻ്റെ ഒരു ചെറുപ്പത്തിലേക്ക് ഞാൻ ചിന്തയെ കൊണ്ടുപോവാണ്. നിരന്തരം വന്യജീവി ശല്യം ഉള്ള ഒരു മേഖലയാണ് ഈ പ്രദേശം എന്നാണ് പറയുന്നത്. നിരന്തരമായിട്ട് വന്യമൃഗ ശല്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഇവിടെ ഞാൻ ഇന്നാൾ പറഞ്ഞു 6 മാസക്കാലമായി വയനാട്ടിലെ കർഷകൻ ഉറങ്ങിയിട്ട് രാവും പകലും. ഇന്നലെ മിനിഞ്ഞാന്ന് കടുവ. ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ റോഡ് ഉപരോധിച്ച് വീട്ടിലേക്ക് പോയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. ഇവിടെ നിരന്തരമായ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ കാണുന്നതിന് സർക്കാർ ഇപ്പോഴും ഈ കേവലം 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കോമ്പൻസേഷൻ കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് വയനാട്ടിലെ പ്രശ്നങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ 1982 പുൽപ്പള്ളിയിലുണ്ടായ വെടിവെപ്പ് അത് എൻ്റെ സർക്കാർ ഒന്ന് ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം തന്നെയാണ് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എല്ലാം തന്നെ ഉന്നയിക്കുന്നത്, പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ഈ കാര്യമാണ്. ഇവരൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളാണ്. ഇവിടെ ആനശല്യം സ്ഥിരമുള്ള സ്ഥലമാണോ ചേച്ചി? സ്ഥലം അറിയാം? ഞങ്ങൾ പിന്നെ ഇത് ഉത്സവത്തിന് വന്നതാണ്. ഞങ്ങളൊക്കെ മീനങ്ങാടിക്കാരാണ്. ഇവിടെ എല്ലാവരും മീനങ്ങാടിക്കാരാണോ? ഞങ്ങളുടെ വീട്ടിൽ ആനശല്യം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, കർണാടൻ്റെ വീട്ടില്. അതാ ഇവിടെ ആനശല്യമാണ്. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും അമർഷത്തിലേക്കും പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം ആനയുടെ ശല്യമുള്ള മേഖലയാണ്. ആ ശല്യമുള്ള മേഖലയാണ് എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ഇത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. കുട്ടി ഒരു ചെറിയ കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാവുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ചേട്ടാ പറയാനുള്ളത്? അല്ല, നാളെ ഇപ്പോൾ UDF LDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് ഇയാളുടെ ജീവൻ ഇതിന് വേണ്ടിയിട്ടോ? കാരണം ഹർത്താലും കണ്ട് നാളത്തെ കണ്ട് ഇവരെ നാളെ ഹർത്താൽ വരുന്ന പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നവരാ. ഈ വയനാട്ടിൽ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാർ പെട്ടെന്ന് തന്നെ ഹർത്താൽ അങ്ങ് പ്രഖ്യാപിക്കുക. ഇവർ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ആദ്യം കോൺഗ്രസ്സുകാർ ഹർത്താൽ, LDF കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ LDF ഹർത്താൽ. എന്തുകൊണ്ട് അതിനുണ്ടോ ഒരു കാര്യമുള്ളത്? ഇവിടെ ഈ ബോഡി വരണം. ബോഡി വരുമ്പോൾ ബോഡീൻ്റെ കൂടെ ബന്ധുക്കാരില്ലേ? കേരളത്തിൽ ഇഷ്ടംമാതിരി ബന്ധുക്കാരുണ്ട് ഇവർക്ക്. പനവരത്തുണ്ട്, പല സ്ഥലത്തും ഇല്ലേ? മാനന്തവാടിയുണ്ട്, അല്ലെങ്കിൽ ബത്തേരിയുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇവർക്ക് എങ്ങനെ വരും? ഹർത്താൽ എന്ന് പറയുന്നത് എന്താണ്? ഞാനും നിങ്ങളും ഒരേപോലെയാണ്. ഞാൻ വികാരമുള്ളവനാണ്.
നിങ്ങൾക്ക് വികാരം കുറഞ്ഞായിരിക്കും. ഞാൻ ഒരു വണ്ടിക്കാരൻ വരുമ്പോൾ വണ്ടീൻ്റെ മുന്നിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഹർത്താലാണ്. അവർ തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹർത്താലിനെതിരെയും ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ഇവിടേക്ക് വരാനുള്ളതാണ്. അങ്ങനെ വരാനുള്ള ആളുകൾക്ക് ഇവിടേക്ക് തടസ്സം കൂടാതെ എത്തണം. അതുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കരുതെന്നുൾപ്പെടെയുള്ള ആവശ്യമാണ്. ശരി സുർജിത്ത്, വളരെ പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. വളരെ പെട്ടെന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് അവിടെ ഒരു നാട്ടുകാരൻ ഇപ്പോൾ 24-നോട് പ്രതികരിച്ചത്. എന്തായാലും വയനാട് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഫോറസ്റ്റ് വാച്ചറാണ് മരിച്ചിരിക്കുന്നത്.